ഹായ് ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കട്ടെ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ചധികം റിക്വസ്റ്റഡ് വീഡിയോസ് ഇറക്കുന്നുണ്ട്. കാരണം എനിക്ക് കുറേ റിക്വസ്റ്റുകൾ ലഭിക്കുന്നുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളങ്ങനെ ചോദിക്കുന്നതിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ അറിയുന്നതാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തായാലും ഞാൻ ആ വീഡിയോസ് ചെയ്തിരിക്കും. പിന്നെ നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ടൈം എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പം എന്തായാലും ചെയ്യാം കേട്ടോ. റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്നുകൂടി വന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുക. വീഡിയോസിൻ്റെ താഴെ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ അപ്പം ഞാൻ എന്തായാലും ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തേതെന്ന് പറയുന്നത് ഒരു റീറ്റ് ആൻഡ് പാക്ക് ആണ്. നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റീറ്റ് ആൻഡ് പാക്ക് ആണ്. ഞാൻ ഏത് സ്കിൻ വൈറ്റനിങ്ങിനുള്ള പാക്കുകൾ, കുറേ DIY പാക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്, വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ താഴെ വന്നിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്, ഇങ്ങനെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അവരുടെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്, നമ്മളെപ്പോലെ മെച്ചുവർ ആയിട്ടുള്ള സ്കിന്നല്ല. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു റീറ്റ് ആൻഡ് പാക്ക് എന്ന് പറയുന്നത് നല്ല സേഫ് ആണ്. കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ടാക്കില്ല. കുട്ടികളുടെ സ്കിന്നിന് യൂസ് ചെയ്യാൻ വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒട്ടും കെമിക്കൽസ് ഒന്നുമില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, മൂന്നേ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ റീറ്റ് ആൻഡ് പാക്ക് ഉണ്ടാക്കാം. അവരുടെ വെയിൽ കൊണ്ട് അവരുടെ ചർമ്മം ഇരുണ്ട് പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ നല്ലപോലെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാം, കുട്ടികൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഹലോ, അപ്പോൾ നമുക്ക് നമ്മുടെ പാക്ക് റെഡിയാക്കാം. നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു റീറ്റ് ആൻഡ് പാക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, മൂന്നേ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനൊരു പഴയ ടീഷർട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പഴയൊരു ടീഷർട്ടാണിത്. നമ്മുടെ പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ആഡ് ചെയ്യേണ്ടത് ഗ്രാം ഫ്ലോർ ആണ്. നമുക്ക് കടലമാവ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കടലമാവ് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ 1 ടീസ്പൂൺ മതി കേട്ടോ. 1 ടീസ്പൂൺ കടലമാവ് മതി. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കടലമാവ് നമ്മുടെ ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് മിൽക്കാണ്, പാല് വേണം. പാല് നല്ല പശുവിൻ്റെ പാലോ അല്ലെങ്കിൽ പിന്നെ കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, അത് മതി. നാളികേരപ്പാലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല പശുവിൻ പാലുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേർഡും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി കിട്ടാനായിട്ട്. അത്രയും പാല് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത്, നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ ആണ്, തക്കാളിയാണ് അടുത്തത്. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക, എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ ലൈവ് ഡെമോ കാണിക്കാനായിട്ട് കുട്ടികളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. കുട്ടികളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാൻ ഇവിടെ ആരുമില്ല, കുട്ടികളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. പിന്നെ അധികം നേരമൊന്നും കുട്ടികൾ ഇരിക്കില്ല ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട്. അതുകൊണ്ട് 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇരുത്തിയാൽ മതി. അരമണിക്കൂറൊന്നും ഇരിക്കില്ല അല്ലേ, കൂടിപ്പോയാൽ ഉണങ്ങുന്നത് വരെ ഒന്ന് പിടിച്ച് കിട്ടണ്ടേ. അപ്പോൾ ഒന്ന് ഫേസിൽ ഇരുന്നിട്ട് ഇത് ഉണങ്ങുന്നത് വരെ വെക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഹലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ നമ്മുടെ പാക്ക് ഉണ്ടാക്കേണ്ടതെന്ന്? ഇത് നമ്മുടെ കുട്ടികൾക്ക് സേഫ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു അരമണിക്കൂർ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്താൽ മതി, എന്നിട്ട് വാഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.